ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ പഞ്ചായത്ത് 10-ാം വാർഡിലാണ്. ഇവിടെ ഒരു ഷീറ്റിനിടയ്ക്ക് മൂർഖം കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ റെസ്ക്യൂ ചെയ്യാൻ പോകാം. ചേട്ടാ അവിടെ നോക്കിക്കോണേ, അങ്ങോട്ട് അവിടെ ആണല്ലോ, ഒന്ന് നോക്കിക്കോണേ. ഞാൻ ഇവിടെ നാളെ ഇറക്കുമ്പോഴേ ഞാൻ ഇവിടെ നനക്കുമ്പോൾ ചിലപ്പോൾ ആൾ അപ്പുറത്തോട്ട് വരും. അവിടെ നോക്കിക്കോണം. ഇറങ്ങിപ്പോയ നോക്കിക്കോണം, അവിടെ നോക്കിക്കോണേ. ചേട്ടാ നോക്കിയാൽ അവിടെ ഉണ്ടല്ലേ? ഏറ്റവും താഴെയാണ് കേട്ടോ, ഏറ്റവും താഴെ. തല മാത്രമേ കാണുന്നുള്ളേ, തല മാത്രമേ കണ്ടുള്ളൂ. അയ്യോ എന്താണ് ചേട്ടാ, വെക്കല്ലേ ഒന്ന്. അയ്യോ പെണ്ണാണോ ഏട്ടാ? എന്താ കൃഷ്ണ, ദേഷ്യമല്ലേ? നമ്മളോടാ ദേഷ്യം. ആ വരാതിരിക്കാൻ വേണ്ട ഞാൻ ഈ ഹീറ്റ് കൂടെയായിട്ട് ജോലി കിട്ടും. ഇതല്ലേ പക്ഷേ സാറേ ഇതും മാറ്റണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ വല്ല മുട്ട വല്ല ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാവോ? മുട്ടയുടെ സമയം ആയില്ലേ? മീറ്റിംഗ് ടൈം. ആ അതാ. ഇത് പെണ്ണാണോ? ഓക്കെ, അങ്ങനെ പെണ്ണും ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലേ? അത് ഡിപ്പെൻഡ് ഓൺ അതിന്റെ സൈസ് കണ്ടിട്ട് നമുക്ക് പെണ്ണാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ആഹാരം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഇവരുടെ സൈസ് വ്യത്യാസം. ഇതിപ്പോ ഇര പിടിക്കാൻ കയറിയതാണോ? എത്ര വയസ്സാണ്? അതൊന്നും പറയാൻ പറ്റില്ല. വയസ്സും പറയാൻ പറ്റില്ല. വയസ്സിന് കാരണം ഫുഡ് കിട്ടുന്നതിന്റെ അവൈലബിലിറ്റി ആണല്ലേ. ഇപ്പൊ ഒരേ ലെവലിൽ വിരിഞ്ഞ മുട്ടയാണെന്ന് നോക്കുക. ഇപ്പൊ ഒരു 10 മുട്ട ഒരുമിച്ച് വിരിഞ്ഞ് നോക്കുക. അതിനൊരു 5 പേര് വിരിഞ്ഞു പോയവർക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫുഡ് കിട്ടുന്നതിന്റെ അനുസരിച്ച് ഇവരുടെ ഗ്രോത്ത് കൂടും. എന്നാൽ ഫുഡ് കുറഞ്ഞാലും അതിന്റെ അനുസരിച്ച് ഗ്രോത്ത് കുറയും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് കൃത്യമായിട്ട് പ്രായം പറയാൻ പറ്റും. പ്രായം പറയാം, ഞാനൊരു പ്രായം പറയുമോ? അപ്പൊ എന്റെ പ്രായം ഒരു ആവറേജിലേ പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. നമുക്കൊരു ആവറേജ് പ്രായം പറയാം. കാരണം ഇതിനെ പറ്റിയുള്ള പ്രായത്തെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്കെലിറ്റോ ക്രോണോളജി എന്ന സാധനം ചെയ്യണം. സ്കെലിറ്റോ ക്രോണോളജി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ അസ്ഥി എടുത്ത് കാർബൺ ഡേറ്റിംഗ് നടത്തി പഠിക്കുന്ന ഒരു പഠനം. അപ്പൊ അത് ചത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇപ്പൊ നമ്മൾ ഇതിനെ ക്യാപ്ചേർഡ് ആയിട്ട് കൊണ്ടുവച്ച് വളർത്തുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏജ് പറയാൻ പറ്റും ഏകദേശം.
എന്നാലും നമ്മൾ ഹാൻഡ് ഫീഡിങ് അപ്പോഴും വ്യത്യാസം വരും. ഇവർ നമ്മളിന്ന് എപ്പോഴും ഒഴിഞ്ഞിരിക്കുന്നത് ജീവിയുണ്ട്. ഇതിനെ പറ്റിയുള്ള വലിയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങോട്ട് പോകാവോ? വിഷം വല്ലതും അവിടെ കിടപ്പുണ്ടോ? അടുത്ത വല്ലതും ഉണ്ടോ നോക്കിയില്ല. ഒറ്റ ചേരയായിട്ട് മാത്രമേ ഇണയെടുത്തുള്ളൂ. മൂർഖനായിട്ട് മാത്രമേ ഇണയെടുത്തുള്ളൂ. ഈ വ്യത്യസ്തമായി സ്പീഷീസുമായിട്ട് അവർ തമ്മിൽ ഇണയരില്ല. കാര്യം ഇതിൻ്റെ സെക്ഷൽ ഓർഗൻസ് എല്ലാം വ്യത്യാസമാണ്. ഇപ്പോൾ റെസ്ക്യൂ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതൊരു ഷീറ്റിനിടയ്ക്കായിരുന്നു. പക്ഷേ വലിയ സൈസില്ല, എന്നാൽ വലിപ്പമുണ്ട്. അത്ര വലിയ നീളം വെച്ചൊരു പാമ്പല്ല. എങ്കിലും ആളിച്ചിരി അഗ്രസീവ് ആയിരുന്നെങ്കിലും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്.